നമസ്കാരം, എല്ലാവർക്കും ദീക്ഷ യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ എന്ന ആദ്യ യൂണിറ്റാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ആ യൂണിറ്റിലെ അവശേഷിക്കുന്ന പോർഷനായ ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ ലാംഗ്വേജ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ് കാണാത്തവർ തീർച്ചയായും ആ ക്ലാസ് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ പഠിക്കുന്നത് ലാംഗ്വേജും ലാംഗ്വേജിൻ്റെ ഫീച്ചേഴ്സുമാണ്. ഓക്കെ, അപ്പോൾ ലാംഗ്വേജിനെ കുറിച്ച് പഠിക്കാം. ഒറിജിൻ, എന്താണ് ഒറിജിൻ? ഉൽപ്പത്തി, ഭാഷയുടെ ഉൽപ്പത്തി അല്ലേ? അപ്പോൾ ദ ഒറിജിൻസ് ഓഫ് ലാംഗ്വേജ് ആർ അൺനോൺ ആൻഡ് തോട്ട് ടു ഹാവ് ഒക്കേർഡ് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് എഗോ ആൻഡ് റിമൈൻസ് മോസ്റ്റ്ലി മിസ്റ്റീരിയസ്. എന്താണ്? ഭാഷയുടെ ഉൽപ്പത്തി എന്നത് അൺനോൺ ആണ്, ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭാഷ ഉണ്ടായെന്നും അതിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ഇന്നും നിഗൂഢതകൾ നിലനിൽക്കുന്നു. മിസ്റ്റീരിയസ് എന്ന് പറയുമ്പോൾ നിഗൂഢതകൾ എന്നാണ് അർത്ഥം. ഓക്കെ, അടുത്തത് ഫീച്ചേഴ്സ്, ഭാഷയുടെ സവിശേഷതകൾ. ലാംഗ്വേജസ് ആർ ഡെവലപ്ഡ് ബൈ ഹ്യൂമൻസ്. അപ്പോൾ ലാംഗ്വേജ് ആര് ഡെവലപ്പ് ചെയ്തതാണ്? ഹ്യൂമൻസ് ഡെവലപ്പ് ചെയ്തതാണ്. ആൻഡ് യൂസ്ഡ് ആസ് എ ടൂൾ ഫോർ കമ്മ്യൂണിക്കേഷൻ. അവരെന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ഇത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ള ഒരു ടൂളായിട്ട് ഉപയോഗിക്കുന്നു. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ മീൻസ് ആശയവിനിമയം. അപ്പോൾ ആശയവിനിമയത്തിന് വേണ്ടി മനുഷ്യൻ ഡെവലപ്പ് ചെയ്തെടുത്തതാണ് എന്ത്? ഭാഷ അല്ലെങ്കിൽ ലാംഗ്വേജ്. ഓക്കെ, ലാംഗ്വേജസ് ഹാവ് എ കോംപ്ലക്സ് സിസ്റ്റം ഓഫ് സൗണ്ട്സ്, പ്രൊനൗൺസിയേഷൻസ് ആൻഡ് മീനിങ്. അപ്പോൾ ഭാഷയെന്ന് പറയുമ്പോൾ കോംപ്ലക്സ് സിസ്റ്റം ഓഫ് സൗണ്ട്സ് അല്ലെ, സങ്കീർണമായ വ്യത്യസ്തമായ ശബ്ദങ്ങൾ, പ്രൊനൗൺസിയേഷൻ ഉച്ചാരണങ്ങൾ, ആൻഡ് മീനിങ് അർത്ഥങ്ങൾ ഒക്കെ കൂടിച്ചേർന്നതാണ് എന്ത്? ലാംഗ്വേജ്. ലാംഗ്വേജ് ഇവോൾവ്സ് ഓവർ ടൈം വിത്ത് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ വേർഡ്സ്. ഭാഷ ഒരുപാട് വർഷങ്ങളെടുത്ത് ഉണ്ടായതാണ് ഭാഷ. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും പുതിയ പുതിയ വാക്കുകൾ എന്ത് ചെയ്യുന്നു? ഇതിലേക്ക് കൂടിച്ചേരുന്നു. ഓക്കെ, അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ ലാംഗ്വേജ് ആണ്. അതായത് ഭാഷയുടെ സവിശേഷതകൾ. 4 സവിശേഷതകളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അതിലാദ്യത്തേത് ക്രിയേറ്റീവ്. ഹ്യൂമൻ ലാംഗ്വേജ് ഈസ് ക്രിയേറ്റീവ്. ഹ്യൂമൻ ലാംഗ്വേജ് എങ്ങനെയുള്ളതാണ്? ക്രിയേറ്റീവ് ആണ്. അടുത്തത് അട്ടറൻസസ് ആൻഡ് കോമ്പിനേഷൻസ് ഇൻ ഹ്യൂമൻ ലാംഗ്വേജ് ആർ അപ്പോൾ അട്ടറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉച്ചാരണം. മനുഷ്യൻ്റെ ഉച്ചാരണം അനന്തമാണ്, ഇൻഫിനിറ്റ് ആണ്. അതുപോലെ വാക്കുകൾ കൂട്ടിച്ചേർത്ത് പുതിയ വാക്കുകൾ ഉണ്ടാക്കുന്നതും എന്താണ്? ഇതിൻ്റെ ഒരു സവിശേഷതയാണ്. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എണ്ണമറ്റ ഉച്ചാരണങ്ങളും എണ്ണമറ്റ വാക്കുകളും നമുക്ക് ഭാഷയിലൂടെ നിർമ്മിക്കാൻ കഴിയും. ഓക്കെ, ഈ സെൻറ്റൻസ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇതാണ്. അടുത്തത് അനിമൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ലിമിറ്റഡ്. ഇനി ആനിമൽസിൻ്റെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്? ലിമിറ്റഡ് ആണ്. അതായത് അതിനൊരു പരിധിയുണ്ട്. അവർക്ക് നമ്മളെപ്പോലെ എന്തിനു കഴിയില്ല? വ്യത്യസ്തമായ രീതികളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയില്ല. അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ബേസിക്കലി എന്തിനാണ്? കമ്മ്യൂണിക്കേറ്റിംഗ് ഇൻഫർമേഷൻ അബൌട്ട് ബേസിക് നീഡ്സ് ലൈക്ക്, അതായത് അവരുടെ ബേസിക് ആയിട്ടുള്ള നീഡ്സ് എന്തൊക്കെ പോലെ ഫുഡ്, വാർണിങ്സ്, ഡേഞ്ചർ, ഇതൊക്കെ പരസ്പരം അറിയിക്കാൻ വേണ്ടിയാണ് അവരെന്ത് ചെയ്യുന്നത്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഹ്യൂമൻ ലാംഗ്വേജിൻ്റെ ഒരു ഫീച്ചറായ ക്രിയേറ്റിവിറ്റി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ഫീച്ചർ ആർബിട്രറിനെസ്. എന്താണ് ആർബിട്രറിനെസ്? ദർ ഈസ് നോ ലോജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ എ വേർഡ് ആൻഡ് വാട്ട് ഇറ്റ് റെപ്രസെൻറ്റ്സ്. അതായത് ഒരു വേർഡും ആ വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്ന വസ്തുവും തമ്മിൽ ഒരു ബന്ധവും കാണില്ല. ഓക്കെ, ദർ ഈസ് നോ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ വേർഡ് ആൻഡ് ദ ഒബ്ജക്റ്റ് ഓർ ഫീലിംഗ് ഇറ്റ് കൺവേസ്. ഉദാഹരണത്തിന്, ഒരു സിംഹത്തിന് അറിയില്ല അത് സിംഹമാണെന്ന്. അതായത് മനുഷ്യനാണ് ആ പേര് നൽകിയിരിക്കുന്നത് ഭാഷയിലൂടെ. ഇത് മനുഷ്യഭാഷയ്ക്ക് മാത്രം കഴിയുന്നൊരു സവിശേഷതയാണ്. ഈ ഒരു ഗുണത്തെയാണ് ആർബിട്രറിനെസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. ദ വേർഡ് ട്രീ ആൻഡ് ദ കോൺസെപ്റ്റ് ഓഫ് ട്രീ ഹാസ് നോ റിലേഷൻ വിത്ത് ഈച്ച് അതർ. അതായത് ട്രീ എന്ന് പറയുന്ന വാക്കിനും ട്രീ എന്ന കോൺസെപ്റ്റിനും ആ വസ്തുവിനും തമ്മിൽ എന്തില്ല? ഒരു കണക്ഷൻ ഇല്ല. അത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി അങ്ങനെ കൊടുത്തതാണ്. ഓക്കെ, അപ്പോൾ ആർബിട്രറിനെസ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മൂന്നാമത്തെ സവിശേഷത റിഫ്ലെക്സിവിറ്റി. അപ്പോൾ ഹ്യൂമൻ ലാംഗ്വേജിൻ്റെ മൂന്നാമത്തെ സവിശേഷത ഏതാണ്? റിഫ്ലെക്സിവിറ്റി. എന്താണ് റിഫ്ലെക്സിവിറ്റി എന്ന് നോക്കാം. ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ ഈസ് യുണീക്ക് ഇൻ റിഫ്ലെക്സിവിറ്റി. അതായത് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പ്രത്യേകതയാണ് എന്ത്? വളരെ സവിശേഷമായ ഒരു പ്രത്യേകതയാണ് എന്ത്? റിഫ്ലെക്സിവിറ്റി. റിഫ്ലെക്സിവിറ്റി അലൗസ് ഹ്യൂമൻ ലാംഗ്വേജ് ടു ഡെവലപ്പ് ആൻഡ് ചേഞ്ച് ഓവർ ടൈം. ഇനി എന്താണ് റിഫ്ലെക്സിവിറ്റി എന്ന് നോക്കാം. ഭാഷയ്ക്ക്
കാലത്തിനനുസരിച്ച് മാറാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിഫ്ലെക്സിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ, ഭാഷയ്ക്ക് കാലത്തിനനുസരിച്ച് മാറാനുള്ള കഴിവിനെയാണ് റിഫ്ലെക്സിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. കൂടാതെ ഓവർ ടൈം മീനിങ്സ് ഓഫ് വേർഡ്സ്, ഫ്രേസസ് ആൻഡ് സൈൻസ് ക്യാൻ ചേഞ്ച് ഓർ ഇവോൾവ്. അതായത് കാലത്തിനനുസരിച്ച് ഭാഷയ്ക്ക് പരിണാമം അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു? വികാസം ഉണ്ടാകുന്നു. ഒന്നുകൂടെ, ഓവർ ടൈം മീനിങ്സ് ഓഫ് വേർഡ്സ്, ഫ്രേസസ് ആൻഡ് സൈൻസ് ക്യാൻ ചേഞ്ച് ഓർ ഇവോൾവ്. അതായത് ഭാഷയ്ക്ക് കാലത്തിനനുസരിച്ച് പരിണാമം അല്ലെങ്കിൽ വികാസം ഉണ്ടാകുന്നു. ഓക്കെ. അപ്പോൾ മൂന്നാമത്തെ ഫീച്ചറും നിങ്ങൾക്ക് ക്ലിയറായി. അടുത്ത നമ്മുടെ നാലാമത്തെ ഫീച്ചർ എന്താണ്? ഭാഷയുടെ നാലാമത്തെ ഫീച്ചറാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ്? ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? മൃഗങ്ങൾക്ക് അവരുടെ മുന്നിലുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ആശയവിനിമയം നടത്താൻ സാധിക്കൂ. എന്നാൽ എന്താണ്? മനുഷ്യർക്ക് അങ്ങനെയല്ല. നോക്കാം. ഡിസ്പ്ലേസ്മെൻറ്റ് അലൗസ് us to talk about things not present in time or space. അതായത് ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഈ സമയം നിലവിലില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഭാഷയിലൂടെ പറയാൻ കഴിയും. അപ്പോൾ എന്താണ് അതിൻ്റെ മീനിങ്? ഒന്നുകൂടി, ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഈ സമയം നിലവിലില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് എന്തിലൂടെ നമുക്ക് പറയാൻ കഴിയും? ഭാഷയിലൂടെ നമുക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. പക്ഷെ മൃഗങ്ങൾക്ക് അവരുടെ മുന്നിലുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ആശയവിനിമയം നടത്താൻ കഴിയുകയുള്ളൂ. ഓക്കെ. അപ്പോൾ അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തത് അലൗസ് ഫോർ ടോക്കിംഗ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് അലൗസ് ഫോർ ടോക്കിംഗ് അബൌട്ട് ദ പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ. എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റിലൂടെ, അതായത് ഭാഷയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന ഫീച്ചറിലൂടെ അർത്ഥമാക്കുന്നത് എന്താണ്? ഹ്യൂമൻ ലാംഗ്വേജിന് പാസ്റ്റിനെ കുറിച്ചും പ്രസൻറ്റിനെ കുറിച്ചും ഫ്യൂച്ചറിനെ കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കഴിവുണ്ടെന്നാണ്. അലൗസ് ഫോർ ടോക്കിംഗ് അബൌട്ട് ഇമാജിനറി തിങ്സ് ദാറ്റ് ആർ നോൺ എക്സിസ്റ്റൻറ്റ്. അതായത് നിലവിലില്ലാത്ത അല്ലെങ്കിൽ സാങ്കല്പികമായ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് എന്ത് ചെയ്യാം? ഭാഷയിലൂടെ ഈ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ക്ലിയറായി. അപ്പോൾ നമ്മൾ പഠിച്ചത് ഹ്യൂമൻ ലാംഗ്വേജിൻ്റെ 4 ഫീച്ചേഴ്സാണ്. ഒന്നാമത്തേത് ക്രിയേറ്റീവ്, രണ്ടാമത്തേത് ആർബിട്രറിനെസ്, മൂന്നാമത്തേത് റിഫ്ലെക്സിവിറ്റി, നാലാമത്തേത് ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യണം. താങ്ക്